എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യും, മോള് ഗിരിയെ ജയിലിൽ പോയിന്ന് കാണും. അവന്റെ അവസ്ഥ കാണുമ്പോ മോക്കൊരു തീരുമാനം എടുക്കാൻ എളുപ്പമാവും. ശരി. ഗിരിക്കിപ്പോ നമ്മൾ അവനെ ചതിക്കാൻ ശ്രമിച്ചെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി കാണും. ഇനി അവന്റെ അഭിപ്രായം മാറ്റാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണ്ട. അവനെന്തായാലും പകരം ചോദിക്കാനായിരിക്കും പുറത്തേക്ക് വരുന്നത്. അവനെ ജയിലിനകത്ത് വെച്ച് തീർക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചാ പോരെ? ഗിരിയെ പലവട്ടം കൊല്ലാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ ഒരു പാഠവും പഠിച്ചില്ലേ? അവനെ തളയ്ക്കാനുള്ള ഒരേ ഒരു വഴി നിയമത്തിന്റെ വഴിയാ. ഈ കേസ് അവൻ ഒരു കാരണവശാലും ജയിക്കരുത്. പീതാംബരനെ കൊന്നത് ഗിരിയാണെന്ന് കോടതിയിൽ സംശയാതീതമായി തെളിയിക്കപ്പെടണം. അതിന് വേണ്ടുന്നതെല്ലാം നിങ്ങൾ ചെയ്യണം. അവന്റെ വക്കീലിനെ സ്വാധീനിക്കാൻ ശ്രമിക്കണം. അവൻ പീതാംബരനെ കൊല്ലുന്നത് കണ്ടു എന്ന് പറയാൻ ദൃക്സാക്ഷികളെ ഒരുക്കണം. പ്രീതിയും അവനും തമ്മിലുള്ള കഥകള് മാധ്യമങ്ങളിൽ നിറയണം. അങ്ങനെ ഗിരിയെ കോടതി ശിക്ഷിക്കുമെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതിന് നടക്കുമെന്ന് തോന്നുന്നില്ല. അതെന്താ? പീതാംബരനെ കൊന്ന ആളെ കിട്ടി. ആരാവൻ? അവനല്ല, അവളാ. പീതാംബരനെ കൊന്നത് മഹിമയാ. മഹിമയോ? മഹിമ തന്നെ. അവളത് ചെയ്തെന്ന് നിനക്ക് ഉറപ്പാണോ? 100%. അവൾക്കെതിരെ വേണ്ട തെളിവുകളെല്ലാം കിട്ടിക്കഴിഞ്ഞു. കൊലപാതകം ചെയ്യാൻ ഉപയോഗിച്ചത് അവളുടെ സർജിക്കൽ നൈഫാ. അതിലവളുടെ വിരലടയാളവും പീതാംബരന്റെ രക്തവും ഉണ്ട്. കൊള്ളാം. അപ്പൊ അവൾ എന്തായാലും പെട്ടു. പക്ഷെ ഇതല്ല ഏറ്റവും വലിയ സന്തോഷ വാർത്ത.